ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാല ഭരണങ്ങാനം ടൗണിനടുത്തായിട്ട് ഈരാറ്റുപേട്ട റോഡിൽ നിന്നും ഏകദേശം 600 മീറ്റർ ദൂരത്തിൽ 12.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂസ്ഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസത്തെ ഉപയോഗം മാത്രമേ ഉള്ളൂ. വീട് ഇപ്പോൾ ആരും താമസമില്ലാതെ കിടക്കുന്നതാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുറ്റം വരെ ടാർ റോഡാണ്. അതുപോലെ തന്നെ നല്ല അയൽവക്കമുണ്ട്. പാല ഈരാറ്റുപേട്ട റോഡിലേക്ക് ഈ വീട്ടിൽ നിന്നും 600 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശമാണ്. ഇതാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ഒരേ സമയം 3-4 വണ്ടികൾ ഇടുന്നതിനൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഇത് സൈഡാണ്. സൈഡിലും അത്യാവശ്യം നല്ലവണ്ണം സ്പേസ് ഉണ്ട്. 12.5 സെൻറ്റാണ്. ഇത് ആ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ വെളിയിൽ ബൗണ്ടറി വാളിനുള്ളിലായിട്ട് കുറച്ച് പള്ള പിടിച്ച് കിടപ്പുണ്ട്. മഴയായിട്ട് പുറത്ത് പള്ളയൊന്നും തെളിച്ചിട്ടില്ല. അത് നമുക്കുള്ള സ്ഥലമാണ്. കോമ്പൗണ്ട് വാളിന് വെളിയിലായിട്ടുള്ള ഭാഗങ്ങളും നമ്മളുടെ തന്നെ സ്ഥലമാണ്. ഇതൊരു അലക്കുകല്ലാണ്. സൈഡെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഗം എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. ഇവിടെ നല്ലവണ്ണം സൈഡ് സ്പേസ് ഉണ്ട്. 12.5 സെൻറ്റ് ഉള്ളതിൻ്റെ പുറത്ത് നമുക്ക് ബാക്ക് സൈഡിൽ പച്ചക്കറിയോ അങ്ങനെയൊക്കെ നടാനുള്ള നല്ലവണ്ണം സ്പേസ് ഉണ്ട്. നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ വാട്ടർ സോഴ്സ് എന്ന് പറയുന്ന കുഴൽക്കിണറാണ്. അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഈ വീടിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഈ വീട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് കണക്ഷനും എടുക്കാം. അവിടെ വരെ കണക്ഷനുണ്ട്. നല്ല വലിപ്പമുള്ള 3 ബെഡ്റൂമുകളാണിത്. അതെ, 2 അറ്റാച്ചിൽ, 1 കോമണ്. നല്ല വിശാലമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു മെയിൻ ഡോർ കൂടിയാണ്. ഇത് നമ്മളെ വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഇതാണ് ഈ കാണുന്ന ഭാഗം നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. ഗസ്റ്റ് ലിവിങ് ഏരിയയും ഡൈനിങ് ഹോളുമായിട്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഡൈനിങ് ഹോളെന്ന് പറയുന്നത് നമുക്ക് നെടുനീളത്തിൽ കിടക്കുന്ന ഒരു ഭാഗമാണിത്. നല്ലവണ്ണം സ്പേസ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് TV യൂണിറ്റ്, അവിടെ കാണുന്നിടത്ത് TV യൂണിറ്റ് ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു സൈഡിലായിട്ട് ഫാമിലി ലിവിങ് ഏരിയ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. കാരണം അത്ര നീളമുള്ള ഒരു ഹാളിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്ത് ഫാമിലി ലിവിങ് ഏരിയ ആക്കാൻ പാകത്തിലുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും നീളത്തിൽ ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു ഹോളാണ്. ഇത്രയും ഹോളിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു സൈഡിൽ ഡൈനിങ് ടേബിൾ, എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാലും നമുക്ക് സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ ആണ്. ഒരു കോമൺ ബാത്റൂം കൂടിയുണ്ട് അതിന്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോളിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള നോട്ടമാണ്. ഇത് അങ്ങാറ്റത്ത് കാണുന്ന TV യൂണിറ്റ് വെക്കാനുള്ള ഭാഗം നമുക്കവിടെ ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാം. ആദ്യത്തെ റൂമിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എല്ലാ ജനാലകളും ബ്ലൈൻഡ്സ് കർട്ടനിട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. വാർഡ്രോബ്സുകളുണ്ട്. നല്ല വലിപ്പമുള്ള റൂമുകളാണ്. 1700 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം. സെല്ലർ ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഇത് പള്ളിയിൽ പോകുന്നവർക്കാണെങ്കിൽ ഭരണങ്ങാനം പള്ളി ഇടവകയിൽ പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ വാഷ് ഏരിയ ആണ്. അതിനോട് ചേർന്നുള്ള കോമൺ ബാത്റൂം കൂടിയാണ്. ഭരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട്. ബസ് റൂട്ടിലേക്ക് 600 മീറ്റർ ദൂരം പാല ഈരാറ്റുപേട്ട റോഡിലേക്കാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല വലിപ്പമുള്ള റൂമുകളാണ്. 3 ബെഡ്റൂമുകളും വലിപ്പമുള്ള റൂമുകളാണ്. 2 അറ്റാച്ചിലും 1 കോമണും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. ഇതാണ് നമ്മളൊരു ബാത്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല വലിപ്പമുള്ള 3 ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ കിച്ചണുണ്ട്. ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഭാഗങ്ങളുണ്ട്. ഇത് മറ്റൊരു റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഭരണങ്ങാനം ടൗണിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഭരണങ്ങാനം പള്ളി ഇടവകയാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റിനും വീടുകളുള്ള ഏരിയ ആണ്.
ഇതാണ് അടുക്കളയുടെ ഭാഗമാണ്. അടുക്കള അത്യാവശ്യം വലിപ്പമുള്ള അടുക്കളയാണ്. കിച്ചണിൽ ബോട്ടം സൈഡിലെല്ലാം കബോർഡ് വർക്കുകളുണ്ട്. സ്റ്റോറേജ് നല്ലവണ്ണം ഉണ്ട്. ഈ ഉടമസ്ഥൻ തന്നെ പണിയിപ്പിച്ച വീടാണ്. കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പണിത വീട് മേടിച്ചതല്ല. ഇപ്പം ഇവിടെ താമസത്തിന് ആരും ഇല്ലാത്തതിൻ്റെ പുറത്ത് 3 മാസം താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വാടകയ്ക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഉടമ ഇപ്പോൾ ഈ വീട്ടിലല്ല താമസിക്കുന്നത്, അതുകൊണ്ട് ആളില്ലാത്തതിൻ്റെ പുറത്ത് കൊടുക്കുന്നതാണ്. ഈ ഉടമസ്ഥൻ തന്നെ നിർത്തി പണിയിപ്പിച്ച വീടാണ്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഭരണങ്ങാനം ഭാഗത്ത് ഒരു വീട് നോക്കുന്ന ഏതൊരാൾക്കും നല്ല ഭംഗിയായിട്ടുള്ള ഈ ബഡ്ജറ്റിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടും 12.5 സെൻറ്റ് സ്ഥലവുമാണ്.